الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم إياي أولا بتقوى الله. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ, അതല്ല എങ്കിൽ അവരുടെ ജീവിത കാലഘട്ടം പരിശോധിക്കുമ്പോൾ, അമ്പിയാക്കളുടെ, പ്രവാചകന്മാരുടെ, സ്വഹാബത്തിൻ്റെയൊക്കെ ജീവിതങ്ങളിൽ ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് ഒട്ടനവധി പാഠങ്ങളുണ്ട്, ഗുണപാഠങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ തന്നെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. ഖിസസുകളിൽ, കഥകളിൽ നിങ്ങൾക്ക് ഇബറത്തുണ്ട്, ഗുണപാഠമുണ്ട്. ഖുർആനിൻ്റെ വചനമാണ്. ചരിത്രങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ ഏറെ ഉപകരിച്ചിട്ടുണ്ട് പലർക്കും. അമ്പിയാക്കളുടെ ചരിത്രങ്ങളായിരുന്നു സ്വഹാബത്തിന് ഈമാനികമായി മുന്നേറാനുള്ള ബലമായി തീർന്നത്. സ്വഹാബത്തിൻ്റെ ചരിത്രമായിരുന്നു സ്വഹാബത്തിൻ്റെ പിൻതലമുറക്കാരായിട്ടുള്ള താബിഈങ്ങൾക്ക്, ആ താബിഈങ്ങളുടെ പിൻതലമുറക്കാരായിട്ടുള്ള തബഉ താബിഈങ്ങൾക്ക്
അവർക്കു ശേഷമുള്ള സലഫുകൾക്കൊക്കെ ബലമായി തീർന്നതെങ്കിൽ ചരിത്രങ്ങൾ എപ്പോഴും പ്രിയപ്പെട്ടവരെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉപകാരപ്രദം തന്നെയാണ്. ബദറിൻ്റെ കുടുംബിനിയും ഉഹദിലെ ധീരപോരാട്ടവും ഖന്തക്കിലെ കൃത്യമായ തീരുമാനമെടുക്കലുമൊക്കെ സ്വഹാബക്കളിൽ നിന്ന് നമുക്ക് കുറേ ഗുണപാഠങ്ങളുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അധ്യാപനങ്ങളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ ആ സ്വഹാബത്തിനെ കുറിച്ച് പഠിപ്പിച്ച് നൽകിയ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗമാണ് ആര്? സ്വഹാബാക്കൾ എന്നുള്ളത്. അബർറഹ ഖുലൂബ, നന്മയുടെ പാന്താവിൽ സഞ്ചരിക്കാൻ താല്പര്യമില്ലാത്തവരല്ല, പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ അതീവ താല്പര്യത്തോടെ എല്ലാം മറന്നു മുന്നോട്ട് പോയവരാണ് സ്വഹാബാക്കൾ. അറിവ് നേടുന്ന രംഗത്ത്, നേടിയ അറിവിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രംഗത്ത് അവർ കാണിച്ച താല്പര്യവും ത്വരയും പ്രിയപ്പെട്ടവരെ നമ്മൾ അറിഞ്ഞേ തീരും. നോക്കിയേ നിങ്ങൾ, ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി വഇഖാമത്തി ദീനിഹി, ആ സ്വഹാബാക്കളെ അള്ളാഹു തെരഞ്ഞെടുത്തത് മഹാനായ സ്വഹാബി വര്യൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വാചകമാണ്. ഇഖ്താറഹുമുല്ലാ, അള്ളാഹ് തെരഞ്ഞെടുത്തവരവരെ. എന്തിനാ തെരഞ്ഞെടുത്തത്? പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സഹവാസത്തിന് വേണ്ടി, വഇഖാമത്തി ദീനിഹി, ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി. ആ ദീനിൻ്റെ ധ്വജവാഹകരായിരുന്നു സഹാബത്ത്. ദീനുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം പറഞ്ഞാലും റസൂലേ ഞങ്ങൾ തയ്യാറാണ് എന്ന ഒരു വാചകമാണ്, ഒരു തീരുമാനമാണ് അവരിൽ നിന്ന് ഉയർന്നു വന്നത്. റസൂലുള്ളാഹിക്ക് വലിയ ആശ്വാസമായിരുന്നു പ്രിയപ്പെട്ടവരെ ആ സഹാബത്തിൻ്റെ ജീവിതമൊക്കെ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവസാന കാലഘട്ടത്തിൽ പ്രവാചകന്റെ ഉപദേശങ്ങൾ നോക്കുകയാണെങ്കിൽ മൻ യഇശ് മിൻകും ബഅദി, ആരാണോ എനിക്ക് ശേഷം ജീവിക്കുന്നത്, ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഒട്ടനവധി ഭിന്നതകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം ഉണ്ടായേക്കാം, എല്ലാം നിങ്ങൾ കാണാൻ ഇടയായേക്കാം. അവിടെ നിങ്ങൾ പാലിക്കേണ്ട മര്യാദ, അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാതൃക, അള്ളാഹുവിൻ്റെ റസൂലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു നൽകിയത്? ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, എൻ്റെ സുന്നത്തിനെ, എൻ്റെ ചര്യയെ മുറുകെ പിടിക്കണം. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത് എന്താ? വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സച്ചിതരായിട്ടുള്ള ആ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യയെ, മാതൃകയെ നിങ്ങൾ മുറുകെ പിടിക്കണേ. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിൻ്റെ മർത്തബ നോക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ സ്വഹാബത്തിൻ്റെ പദവികൾ നോക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം എന്തിനും ഏതിനും തയ്യാറായ സ്വഹാബത്ത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ തയ്യാറായ സ്വഹാബത്ത്, പ്രിയപ്പെട്ടവരെ നമ്മൾ അവരെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അധ്യാപനങ്ങളിൽ കാണാൻ കഴിയും അഫ്ദലു സ്വഹാബത്തി അൽ ഖുലഫാഉൽ അർബഅ, സഹാബാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാര ഖുലഫാഉൽ അർബഅയാണ്, 4 സഹാബത്ത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല, ഇവരാണ് സഹാബാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവർ. പിന്നീട് ആരാ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനം തന്നെ പ്രിയപ്പെട്ടവരെ തദ് വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അൽ അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബത്ത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഖൈറു ആദിൽ ഉമ്മ ബഅദ നബിഹാ അബൂബക്കർ സുമ്മ ഉമർ. അബൂബക്കറും ഉമറുമാണ് അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം ഏറ്റവും ഉത്തമരായിട്ടുള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ ദീനി അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അത്രയും മഹത്വം അള്ളാഹുവിൻ്റെ റസൂല് തന്നെ ആ സ്വഹാബത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. വെറുതെ കൊടുത്തതല്ല, അവരുടെ കൃത്യമായിട്ടുള്ള ജീവിതമായിരുന്നു
ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ രീതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും സമിഅനാ വ അതഅനാ, അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബി വര്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ജീവിത രീതി. മുഹമ്മദ് ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെ പോയിട്ടുണ്ടോ, അങ്ങനെ അറിഞ്ഞിട്ടുണ്ടോ എന്നത് സത്യമാണ്. അതിലൊരു സംശയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പിന്നീട് ഉണ്ടായിട്ടില്ല. സിദ്ദീഖ് നല്ലല്ലോ പ്രിയപ്പെട്ടവരെ പേര്. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുന്നവെന്ന. അള്ളാഹുവിൻ്റെ റസൂലുമായി ബന്ധപ്പെട്ട് എന്തു വന്നോ അത് സത്യപ്പെടുത്താൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തയ്യാറായിരുന്നു എന്ന. ജീവിതം നിസാരമായിരുന്നു, ഒരിക്കലുമല്ല. ഏത് കർമ്മവും അള്ളാഹുവിൻ്റെ റസൂലെ നിർവഹിക്കാൻ പറഞ്ഞത് അതിസൂക്ഷ്മമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ സഹാബി വര്യൻ. അള്ളാഹുവിൻ്റെ റസൂല് ചോദിക്കുന്നുണ്ടല്ലോ, ഇന്നാരാ നോമ്പുകാരനായിട്ടുള്ളത്? ഇന്നാരാ നോമ്പുകാരനായിട്ടുള്ളത്? അനയാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ ഞാനുണ്ട് റസൂലേ. ഇന്നാരാണ് ഒരു പാവപ്പെട്ടവനെ ഭക്ഷിപ്പിച്ചത്? അനയാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ ഞാനുണ്ട് പ്രവാചകരെ. ഇന്നാരാണ് ഒരു ജനാസയെ പിന്തുടർന്നത്? അനയാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ ഞാനുണ്ട് പ്രവാചകരെ. അങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം അധ്യാപനങ്ങളുണ്ടോ ആ അധ്യാപനങ്ങളൊക്കെ ശിരസാ വഹിക്കാൻ ഏറെ താല്പര്യപ്പെട്ട ഒരു സഹാബി വര്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത്, മതറത്തു ശൈഅൻ മിൻ അംരിഹി. എൻ്റെ റസൂലുള്ളാഹി പഠിപ്പിച്ചു നൽകിയ ഒരു കാര്യം പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. എന്തേ ഞാൻ ഒഴിവാക്കാതിരിക്കാനുള്ള കാരണം? ഞാൻ പിഴച്ചു പോകുമെന്ന് ഭയപ്പെട്ടിട്ടാണ്. ഏതാ സഹാബി വര്യൻ? അബൂബക്കറും ഫിൽ ജന്ന, അബൂബക്കറിന് സ്വർഗമുണ്ട്. ഒരു ഖലീലിനെ സ്വീകരിക്കാൻ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകുമായിരുന്നുവെങ്കിൽ അബൂബക്കറിനെ ഞാൻ സ്വീകരിക്കുമായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ സഹാബി വര്യൻ റഫീഖു റസൂലില്ലാ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ യാത്രയിലെ കൂട്ടുകാരൻ എന്നറിയപ്പെട്ട സഹാബി വര്യൻ. റസൂലുള്ളാഹിൻ്റെ മുന്നിലും പിറകിലും മാറി മാറി ഹിജ്റയുടെ വേളയിൽ അള്ളാഹുവിൻ്റെ റസൂലിന് സംരക്ഷണം നൽകിയ സഹാബി വര്യൻ. തബൂക്കിൻ്റെ സമയത്ത് തബൂക്കിന് വേണ്ടി സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ എന്താണ് കൊണ്ടുവരാനുള്ളത് എന്ന ചോദ്യത്തിന് അല്ലാഹുവിൻ്റെ റസൂലുമല്ലാത്ത മുഴുവൻ സമ്പത്തും പടച്ചറപ്പേ നിന്റെ മാർഗത്തില് ചിലവഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സഹാബി വര്യന്റെ വാചകമാണ്, മാ തറക്തു ശൈഅൻ മിൻ അംരിഹി അൻ അസീഗ. ഞാൻ പിഴച്ചു പോകുമെന്ന് ഭയപ്പെട്ടത് കാരണത്താൽ എൻ്റെ റസൂലുള്ളാഹിന്റെ കൽപ്പനയിൽ വന്ന ഒരു കാര്യം പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല എന്നവരുടെ പക്കൽ നിന്ന് കടന്നു വരുന്ന വാചകങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ പറഞ്ഞത്, അവരുടെയൊക്കെ ജീവിതത്തിൽ ഒട്ടനവധി ഗുണപാഠങ്ങളുണ്ട് എന്നുള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, അന്നുജൂമു അമനത്തുൽ സമാ, ആകാശത്തിലെ പ്രകാശം തരുന്ന നക്ഷത്രങ്ങൾ ആകാശത്തിനൊരു സംരക്ഷണ. ആ നക്ഷത്രങ്ങളെങ്ങാനും ഫഇദാ ദഹബത്തിൻ നുജൂം, ആ നക്ഷത്രങ്ങളാനും ഉതിർന്നു വീഴുന്നൊരവസ്ഥയുണ്ടായാൽ, ആ നക്ഷത്രങ്ങളെങ്ങാനും ഇല്ലാതാകുന്നൊരവസ്ഥയുണ്ടായാൽ ആകാശം തകർന്നു പോകും. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് എന്താ? വഅന അമനത്തുൽ അസ്ഹാബി, എൻ്റെ സഹാബാക്കൾക്കുള്ള നിർഭയത്വമാണ്, സംരക്ഷണ കവചമാണ് ഞാന്. ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ, എൻ്റെ കാലശേഷം ആ സഹാബാക്കൾക്ക് പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? സുഫീനുണ്ടായി ഇല്ലേ? സുഫീനുണ്ടായി. സഹാബാക്കൾക്ക് ഏറെ പ്രയാസം ഉണ്ടാക്കിയ ഒരു അസ്വാരസ്യമാ സുഫീൻ എന്നുള്ളത്. അങ്ങനെ ജബൽ യുദ്ധമുണ്ടായി. അങ്ങനെ എത്ര പ്രതിസന്ധികൾ. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താ അറിയോ? വഅസ്ഹാബി അമനത്തുൽ ഉമ്മത്തി, എൻ്റെ സ്വഹാബത്ത് എന്നുള്ളത് ഈ ഉമ്മത്തിൻ്റെ സംരക്ഷണ കവചമാണ്, രക്ഷാ കവചമാണ്. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ, എൻ്റെ സ്വഹാബാക്കളുടെ കാലശേഷം എൻ്റെ ഉമ്മത്തിന് പലതും സംഭവിക്കും.
പലതും ഉണ്ടാകും, പല പ്രതിസന്ധികളും അവർ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബി. അവർ വിശ്വസിച്ച പോലെ വിശ്വസിക്കാൻ, അവരുടെ ജീവിതം ക്രമീകരിച്ച പോലെ പ്രിയപ്പെട്ടവരെ ക്രമീകരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരാകും. ഞാൻ അതിനൊറ്റൊരു ഉദാഹരണത്തിലെ ചില കാര്യങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നൊരു വാചകമുണ്ട്, മൻ കാന മിൻകും മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്. നിങ്ങൾ ആരെയെങ്കിലും റോൾ മോഡലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും സിനിമാ നടന്മാരെയോ ഏതെങ്കിലും കളിക്കാരെയോ റോൾ മോഡലാക്കാൻ താല്പര്യപ്പെടുന്ന യുവതലമുറ, യുവസമൂഹം, അത് പ്രായമേറിയവരാകട്ടെ, ഏതെങ്കിലും സീരിയൽ കഥാപാത്രങ്ങളെയോ ഏതെങ്കിലും മായാലോകത്തുള്ള ഏതെങ്കിലും വ്യക്തിത്വങ്ങളെയൊക്കെ മാതൃകയാക്കാൻ താല്പര്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഈ വാചകം ഏറെ ശ്രദ്ധേയമാണ്. മൻ കാന മിൻകും മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്. ആരെങ്കിലും റോൾ മോഡലാക്കുകയാണെങ്കിൽ മരണപ്പെട്ടു പോയവരെ റോൾ മോഡലാക്കണം. അത് ആരിനെ കുറിച്ചാ? ആ സ്വഹാബത്തിനെ കുറിച്ചാണ്. എന്തേ അവരുടെ ഗുണപാഠം എന്താ? അവരുടെ ജീവിതം മാതൃകയാക്കാൻ ഏറെ യോഗ്യമായ ജീവിതമായിരുന്നു. ഉലൈക അസ്ഹാബ് മുഹമ്മദ്. അതാരാ? മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ് എന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു തരുമ്പോൾ, ആ ജീവിതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, ആ മാതൃകകൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ദീനിൻ്റെ വിഷയത്തിൽ പല കാര്യങ്ങളും നാം വെള്ളം ചേർക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. ഇപ്പം ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു തആല അൻഹു, ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുക. സ്വപ്നം എങ്ങനെയാണ്? മലക്ക് മുകളിൽ നിന്ന് എന്നെ അടിയിൽ തീക്കുണ്ടാരമുള്ള ഒരു സ്ഥലത്തേക്ക് ഒരാൾ ഉന്തിയിടാൻ നിൽക്കുന്നു. ഉന്തിയിടാൻ നിന്ന സമയത്ത് ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കവചം, ഒരു കൈ ഇങ്ങനെ പിടിച്ചു. ഇതൊന്നും മുത്തശ്ശി കഥകളോ കടങ്കഥകളോ പഴഞ്ചൊല്ലുകളോ അല്ല. ഇത് എന്താണ് സംഭവം? സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത് പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടും അറിഞ്ഞിട്ടും ഉണ്ടാവും. അങ്ങനെ വരുന്നത് ആദ്യം കാണുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്താണ് നിസ്സംശയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി? എന്താ അതിന് സംശയം എന്ന് ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു തആല അൻഹു വിശ്വാസിയല്ല, ഇസ്ലാം മതം പുൽകിയിട്ടില്ല, മുസ്ലിമായിട്ടില്ല. ഉപ്പ കടുത്ത ബഹുദൈവാരാധകനാണ് ഖാലിദ് ബിൻ സഈദിൻ്റെ ഉപ്പ റളിയല്ലാഹു തആല അൻഹു. ആ ഉപ്പയാണ് നിന്നെ നരകത്തിയിലേക്ക് എറിയാൻ നിനക്ക് സഹായകമായത്. ആ നരകത്തിയിൽ നിന്ന് നിന്നെ സംരക്ഷിച്ച ആ വ്യക്തിത്വമുണ്ടല്ലോ, അത് അല്ലാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം മുസ്ലിമാകുന്നുണ്ട്. എന്നിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഉപ്പ അറിഞ്ഞിട്ടുണ്ട് വിവരം, ഖാലിദ് മുസ്ലിമായിട്ടുണ്ട് എന്ന്. പിന്നീട് എന്താണ് അവിടെ സംഭവിക്കുക എന്ന് നിർവചിക്കാതെ, പറയാതെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും തിരിയും. സമ്പന്നനായ ധനാധിപതിയായ ആ ഉപ്പ മകനെ വീട്ടിലേക്ക് കയറ്റാൻ താല്പര്യപ്പെടുന്നില്ല, സമ്മതിക്കുന്നില്ല. അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, വല്ലാഹു ഖൈറുർ റാസിഖീൻ. റിസ്ക് തരുന്നവൻ റബ്ബാണ്. നമ്മുടെ ചുണ്ടുകൾക്കിടയിൽ ഒരു കീറലുണ്ടാക്കി ഭക്ഷണങ്ങൾ വായിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ കൈകൾക്ക് മസില് നൽകിയ റബ്ബുണ്ടല്ലോ, വല്ലാഹു ഖൈറുർ റാസിഖീൻ. ആ റബ്ബാണ് ഉപജീവനം നൽകാൻ ഏറ്റവും അർഹതയുള്ളവനെന്ന് ഈ ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ തിരിച്ചു പോരുന്നുണ്ട്. അതായത് ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മുന്നിൽ വന്നാൽ പിന്നീട് ദുനിയവിയായ കാര്യത്തിന് അവർ വലിയ ഇമ്പോർട്ടൻറ്റും താല്പര്യവും, അതുമായി ബന്ധപ്പെട്ട് എന്താവും, എങ്ങനെയാവും, ഏത് രൂപത്തിലാവും, എന്താവും ക്രൈസിസ്, എന്താണ് അനുഭവിക്കേണ്ടി വരിക, എന്താണ് നേരിടേണ്ടി വരിക, ഇങ്ങനത്തെ ചിന്തയൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായില്ല. അള്ളാഹു സഹായിക്കുമെന്നൊരു ബോധ്യം ഉണ്ടായപ്പോൾ ഇറങ്ങിത്തിരിക്കാൻ അവർ കാണിച്ചൊരു താല്പര്യവും അവർ കാണിച്ചൊരു ത്വരയും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. പലപ്പോഴും
അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു, മുടന്ത് കാലുള്ള സ്വഹാബി വര്യനാണ് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു. നമ്മളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാത്തൊരു കുലുക്കുണ്ടാക്കിയിട്ടില്ല എങ്കിൽ നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ നിർഭാഗ്യവാന്മാരാണ്. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഉഹദിന്റെ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്ന് പറയുന്നുണ്ട്, അംറിന് റസൂലേ ഉഹദിൽ പങ്കെടുക്കണം, റസൂലേ അംറിന് ഉഹദിൽ പങ്കെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു തആല അൻഹുവിനെ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന വാചകങ്ങളുണ്ട്. വെയ്യല്ലോ, ശാരീരികമായ പ്രതിസന്ധികൾ ഉണ്ടല്ലോ, ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ, ജനൂനായിട്ടുള്ള റീസൺ ആണല്ലോ. പിന്നെയും പറഞ്ഞത് സ്വർഗത്തിലേക്ക് ഈ മുടന്ത് കാല് വെച്ചിട്ട് അംറിന് നടന്നു പോകണം റസൂലേ എന്നാണ്. ഉഹദിൽ പങ്കെടുക്കേണ്ട പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അംറെങ്ങാനും ശത്രുക്കളുടെ വെട്ടേറ്റ് വേദന സഹിക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞി മുടന്തങ്കാല് വെച്ചോടുമോ എന്ന ഭയത്താൽ ഒരു മണ്ണിലിങ്ങനെ കുഴി ഉണ്ടാക്കിയിട്ട് അതിലിറങ്ങിയിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുക. അവരവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചു നൽകിയ കാര്യങ്ങൾ ജീവിതത്തിൽ ശിരസാ വഹിക്കാൻ, പ്രാവർത്തികമാക്കാൻ അവർക്ക് യാതൊരുവിധ എക്സ്ക്യൂസും യാതൊരുവിധ ആ രൂപത്തിലുള്ള ചിന്തകളും ഉണ്ടായില്ല എന്നുള്ളത്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ പഠിച്ചവനെ ഇനി എൻ്റെ ജീവിതം ദീനുമായി ബന്ധപ്പെടുത്തണമെന്നൊരു ആഗ്രഹമാണ് നമുക്കൊക്കെ വേണ്ടത്. അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നാളെ മുതൽ ജോലിക്ക് പോകണ്ടെന്നോ ദുനിയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും ഏർപ്പെടണ്ടെന്നൊന്നുമല്ല. അവരും തിന്നിട്ടുണ്ട്, അവരും കഴിച്ചിട്ടുണ്ട്, അവരും വസ്ത്രം ധരിച്ചിട്ടുണ്ട്. എന്നാൽ അവർ കൊടുത്ത താല്പര്യവും അവരുടെ ആഗ്രഹവും സ്വർഗമായിരുന്നു. നാളെ നരകീയ മോചനത്തിലെ ആ ഒരു വലിയ നരകീയ മോചനം എന്ന വലിയ ആഗ്രഹമായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. കണ്ണ് കാണില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ആ സഹാബിയുമായി ബന്ധപ്പെട്ട് എത്രയെത്ര ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ വന്ന റസൂലേ പ്രവാചകരെ പള്ളിയിലേക്ക് ഇന്നൊന്ന് കൈപ്പിടിച്ച് കൊണ്ടുവരാൻ ആരുമില്ല റസൂലേ, എനിക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ നിർബന്ധമാണെന്നാ. കണ്ണ് കാണൂല കേട്ടോ പ്രിയപ്പെട്ടവരെ. ഒരു ബ്ലൈൻഡിന്, ഒരു കണ്ണ് കാണാത്ത വ്യക്തിക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടത്ത് നോക്കുകയാണെങ്കിൽ നാം ചെയ്തു കൊടുക്കുക. റസൂലേക്ക് കണ്ണ് കാണൂല, പള്ളിക്ക് വന്ന് ഞാൻ നിസ്കരിക്കണോ റസൂലേ? അള്ളാന്റെ റസൂല് ചോദിച്ചെന്താ, ഹൽ തസ്മഉൻ നിദാ, അബ്ദുല്ലാ നീ ബാങ്ക് കേൾക്കുന്നുണ്ടോ അബ്ദുല്ലാ? ഉണ്ട് റസൂലേ എന്ന് പറഞ്ഞപ്പോ എന്നാൽ അതിന് ഉത്തരം നൽകണമെന്ന് പറഞ്ഞ പ്രവാചകന്റെ അനുയായികളാണ്. പിന്നീട് അവരതിന് മണി കാണിച്ചില്ല. നിങ്ങൾ നോക്കിയേ, ബദറിന് വേണ്ടി പുറപ്പെട്ട സമയത്ത് മദീനയിലെ നമസ്കാര ചുമതല ആരനെ ഏൽപ്പിച്ച് അള്ളാന്റെ റസൂല്? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. മദീന പള്ളിയുടെ ചുമതല, ഇമാമായി നിൽക്കാനുള്ള ചുമതല അവരുടെ താല്പര്യമായിരുന്നു, അവരുടെ ത്വരയായിരുന്നു ഇതിനൊക്കെ പ്രേരകമായത്. ഇനിയോ ഖാദിസിയ യുദ്ധം നടക്കുകയാണ്. ഖാദിസിയ യുദ്ധത്തിന്റെ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ റസൂലിന്റെ അരികിൽ വന്ന് പറയാ, റസൂലേക്ക് കണ്ണ് കാണൂല, അള്ളാന്റെ റസൂലേക്ക് കണ്ണ് കാണൂല. അതുകൊണ്ട് നാളെ ഖാദിസിയയുടെ ധ്വജവാഹകനായിട്ട് അബ്ദുള്ള മുന്നിൽ നടക്കട്ടെ. നമ്മളാണെങ്കിലോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ന്യൂനതകളോ എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടെങ്കിൽ എല്ലാം ഒഴിഞ്ഞു മാറാൻ താല്പര്യപ്പെടുന്ന നാം, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ താല്പര്യപ്പെടുന്ന നാം കണ്ണ് കാണൂല. കൊണ്ട് ഞാൻ മുന്നിൽ നിൽക്കട്ടെ. ശത്രുക്കളുടെ വെട്ടുകൾ, ശത്രുക്കളുടെ അമ്പുകൾ അബ്ദുള്ളക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ റസൂലേ എനിക്ക് മുന്നിൽ നടക്കാമെന്ന് പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല ഷഹീദാകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഖാദിസിയ യുദ്ധത്തിൽ. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഷഹീദായത് ഖാദിസിയ യുദ്ധത്തിലാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത് ഈ കഥകളിൽ, ഈ ഖിസസുകളിൽ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ആ ജീവിതങ്ങൾ കേൾക്കുമ്പോൾ പലപ്പോഴും ഉംറക്കൊക്കെ പോയി ശഅബാബി ത്വാലിബൊക്കെ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പച്ചിലകൾ കഴിച്ച് ജീവിച്ച ആ കാലഘട്ടവും ആ സ്ഥലവും ഒക്കെ കാണുമ്പോൾ ഏതെങ്കിലും ടൂറ് പോയ പ്രതീതിയാണ്, ഒരു ടൂറ് പോയ ചിന്താഗതിയാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളതെങ്കിൽ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അള്ളാന്റെ റസൂല് ഹിജ്റ പോയ ആ വഴികൾ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു കൂസലും ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ ഈമാനിനെ പരിശോധിക്കേണ്ടതുണ്ട്. ജീവിതം ക്രമീകരിക്കാൻ
കഴിഞ്ഞേ മതിയാകൂ. ഇനിയുള്ള കാലഘട്ടത്തിൽ, തിന്മകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ, ദീനീ അധ്യാപനങ്ങളുമായി മനുഷ്യർ തീരെ ചേർന്നു പോകാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ദീനിനു വേണ്ടി മുന്നേറുന്ന വ്യക്തിത്വങ്ങൾ നമ്മിൽ നിന്ന് ഉയരേണ്ടതുണ്ട്. നമസ്കാരം പോലും അറിയാത്ത അവസ്ഥ ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞല്ലോ. ഇനി ഒരു കാലഘട്ടം വരുന്നത്, ദീനി അധ്യാപനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാൻ നമ്മൾ താല്പര്യപ്പെട്ടിട്ടില്ല എങ്കിൽ ഇനിയുള്ള നമ്മുടെ മക്കളുടെ, ഇനിയുള്ള യുവതലമുറയുടെ, ഇനിയുള്ള പിൻതലമുറയുടെ ഭാവി എന്തായിരിക്കുമെന്ന ചിന്ത നമ്മിൽ ഉണ്ടാകണം. അതിനുവേണ്ടി ജീവിതത്തെ ദീനുമായി ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹന്നാസ് ഉസീകും ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദീനുമായി ഇത്ര ഏറെ ചേർന്ന് ജീവിച്ച സ്വഹാബത്ത്, അവരുടെ മരണസമയത്ത് ഒട്ടനവധി സ്വഹാബത്തിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഒറ്റ ഉദാഹരണം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ഈ രണ്ട് കവിളിലൂടെയും കണ്ണീര് വരുമാർ കരയാണ്. കരയുമ്പോൾ സ്വാഭാവികമായിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ എന്തു പറഞ്ഞിട്ടുണ്ട്? ഉമറിന് സ്വർഗത്തിൽ കൊട്ടാരുണ്ട് എന്ന് പറഞ്ഞ സ്വഹാബി വരെയാണ് ആര്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ പറയുന്നുണ്ട് സഹാബത്ത്. റസൂൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വർഗം ഉണ്ടെന്ന് ഉറപ്പല്ല ഉമറെ, പിന്നെ എന്തിനാണ് കരയുന്നത്? ആ സ്വഹാബി വര്യൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്താ അറിയോ? മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം, ഇവിടെ ഒരു ചാട്ടവാർ എന്ന് പറഞ്ഞ എത്രയേ ഉള്ളൂ? ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം സ്വർഗത്ത് കിട്ടിയാൽ ദുനിയാവും അതിലുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാൾ ഉത്തമം അതാണ്. ആ സഹാബി വര്യനാണ് പറയുന്നത്, ലൗ നാദാ മുനാദിൻ മിനസ്സമാ, ആകാശത്തുനിന്ന് ഒരു വെളിപ്പാട് കടന്നു വരികയാണെങ്കിൽ ഇന്നകുല്ലക്കും യദ്ഖുലൂനൽ ജന്ന, എല്ലാവരും സ്വർഗത്ത് പ്രവേശിക്കും, ഇല്ലാ റജുലൻ, ഒരു വ്യക്തി ഒഴികെ. ആ വ്യക്തി ഞാനാണ് എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആര്? ഉമർ ഫിൽ ജന്ന എന്ന് പറയപ്പെട്ട ആ സ്വഹാബി വരെ. അവരൊക്കെ എത്ര ചെയ്താലും ഭയമായിരുന്നു, പേടിയായിരുന്നു. പടച്ച റബ്ബിൻ്റെ അരികിൽ ഇത് സ്വീകരിക്കൂലേ, സ്വർഗം കിട്ടൂലേ? നമ്മൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒരു 5 വക്തില് 2 വക്ത് നിസ്കരിച്ചാൽ പ്രിയപ്പെട്ടവർ നമുക്ക് ഭയങ്കര പോസിറ്റീവാണ്, നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. ഞാനൊക്കെ സ്വർഗത്തിൽ പോയിട്ടില്ലെങ്കിൽ പിന്നെ ആരാ പോകുക എന്നുള്ള ചിന്തയാണ്. എന്താ ഈ കാലത്ത് ഇപ്പം ആരാ നിസ്കരിക്കണേ? സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്ത് ഇപ്പം എല്ലാവരും ഇങ്ങനെയല്ലേ ഡ്രസ്സ് ധരിക്കണേ? ഇപ്പം ലിഫ്റ്റിക്ക് ഇടാത്തവരാരെങ്കിലും ഉണ്ടോ? ഇപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അതൊക്കെ അള്ളാഹ്ക്ക് അറിയാം. നമ്മളാണ് ദീനിന്റെ പല അധ്യാപനങ്ങളെയും തുന്നിച്ചേർക്കുന്നവർ. ആരാ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ച് നൽകിയത്? ആരാ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള അധ്യാപനങ്ങൾ നമുക്ക് പകർന്നു നൽകിയത്? സ്വന്തം ഇച്ഛകളെ പിടിച്ചു നിർത്തി മുസ്ലിമായി ജീവിക്കുന്നവനെ, ധർമ്മനിഷ്ഠയിൽ ജീവിക്കുന്നവനും മാത്രമേ അള്ളാഹ് സ്വർഗം നൽകുകയുള്ളൂ. ഉഇദ്ദത്തിൽ മുത്തഖീൻ, അത് അള്ളാഹിന്റെ കൽപ്പനയാ. മുത്തഖീങ്ങൾക്ക് വേണ്ടി മാത്രം അള്ളാഹ് സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ നാളെ സ്വർഗീയ ആരാമത്തിൽ വിരാജിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കില്ല. ഇതെൻ്റെ വാചകമല്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അധ്യാപനങ്ങളിൽ നിന്ന്, സഹാബ കിറാമുകളുടെ ഉദ്ധരണികളിൽ നിന്ന്, മുൻഗാമികളായ പണ്ഡിതന്മാരുടെ വാചകങ്ങളിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ ജീവിതം ദീനുമായി ബന്ധപ്പെടുത്തി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും
ദീനിയൊരു അന്തരീക്ഷം ഈ ഒരു സമയത്തെങ്കിലും നമ്മുടെ വീടുകളിൽ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കേണ്ട വെക്കേഷൻ കാലയളവാണ്. ഉമ്മയും ഉപ്പയും ചെറിയ മക്കളും മൂത്ത മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് നല്ലൊരു കൃത്യമായിട്ടുള്ളൊരു ഹാബിറ്റ് ട്രാക്കർ, സ്വഭാവ സംസ്കരണത്തിന് ഉപകരിക്കുന്ന ഒരു ട്രാക്കർ സംവിധാനം, ഒരു പ്ലാന് നമ്മുടെയൊക്കെ വീടകങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ നമസ്കാരങ്ങൾ, എത്ര സുന്നത്ത് നമസ്കാരങ്ങൾ, എത്ര തവണ ഖുർആൻ പാരായണം, അങ്ങനെയുള്ള എല്ലാ നന്മകൾക്കും കൃത്യമായൊരു പ്ലാനിങ് അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കാൻ ഈ റമദാനിൻ്റെ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനിയുള്ള മാസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃത്യമായിട്ടുള്ള ധാരണയും അതിനു വേണ്ട ഏറെ സൗകര്യങ്ങളുമുള്ള മാസങ്ങളിലൂടെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു പരിശ്രമമുണ്ടായാൽ പടച്ചറബ് ഒരുക്കി വെച്ച സ്വർഗീയാരാമത്തിൽ പ്രിയപ്പെട്ടവരെ വിരാജിക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ നാഥ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. റബ്ബേ, ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ. സാമ്പത്തിക പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ നാഥ പരിഹാരമേകണേ അല്ലാ. ഫലസ്തീനിൻ്റെ മക്കൾ ഇന്നുമേറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവേ, അവർക്ക് ആശ്വാസമേകണേ അല്ലാ. അള്ളാഹുവേ, അവർക്ക് വിജയം നൽകണേ അല്ലാ. അള്ളാഹുവേ, അവരുടെ വേദനകൾക്ക് പകരം സന്തോഷം നൽകണേ അല്ലാ. അള്ളാഹുവേ, മുസ്ലിം ഉമ്മത്തിനെതിരായി വരുന്ന എന്തെല്ലാം നിയമസംഹിതകളുണ്ടോ അതിനെയെല്ലാം നാഥ നീ തകർത്തെറിയണേ അല്ലാ. അതിനെയെല്ലാം നാഥ നീ തകർത്തെറിയണേ അല്ലാ. അതിനെയെല്ലാം നാഥ നീ തകർത്തെറിയണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ച് നൽകിയ ഞങ്ങൾ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ഉലമാക്കൾ, അള്ളാഹുവേ, പലരും മരണപ്പെട്ടു പോയി. ഖബറിടം വിശാലമാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുഅ്മിനായി മുസ്ലിമായി സന്തോഷത്തോടു കൂടി മരിക്കാനുള്ള തൗഫീക്ക് റബ്ബേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم اعتقنا من النار، اللهم أدخلنا الجنة يا رب العالمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.